ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ഇന്ന് വീഡിയോ സ്ട്രീം ചെയ്യുന്നില്ല. ഓക്കെ. ഒന്നാമത്തത്, ട്രംപും ഷി ജിൻ പിന്നുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരു എൻഡിലേക്ക് വന്നിട്ടില്ല. ആ ആ ഒരു ആ ഒരു മീറ്റിങ്ങിൻ്റെ വീഡിയോസ് പിന്നിലേക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ട്രംപ് അസ്വസ്ഥനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ജിൻപിങ് ആ ടൈമിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്കമായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57% ടാരിഫ് കൊടുത്തിരുന്ന ചൈനയുടെ ടാരിഫ് എന്ന് പറയുന്നത് 47% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിച്ചു. അപ്പോൾ അതൊരു ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ചൈനീസ് പ്രസിഡൻ്റ് നിൽക്കുമ്പോഴും അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞില്ലല്ലോ എന്ന് ഒരു വറിയിങ് ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു സൈൻഡ് ഡീലല്ല എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈനയിൽ പോയിട്ടായിരിക്കും ട്രംപ് സെക്കൻഡ് റൗണ്ട് ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു ടാരിഫ് സൈൻ ചെയ്യുക എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ ഇതൊരു ഫൈനൽ റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ടുള്ളൊരു സംഭവം സംഭവിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്തു. ഇന്നലെ താഴേക്ക് ഓൾമോസ്റ്റ് വീഴേണ്ട ഒരു ലെവല്. ഓക്കെ. ഇത് നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ഒരു പിയുടെ ഒരു ട്രേഡായിരുന്നു. പിയുടെ ട്രേഡായിരുന്നു. അത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി തിരിച്ച് വീണ്ടും വന്ന് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് റെക്കോർഡ് കറക്റ്റായിട്ട് ക്ലോസ് ആയില്ല. ഈ ഒരു ട്രേഡിൻ്റെ ലൈവ് ട്രേഡ് വീഡിയോ ഇടണം എന്ന് ഉദ്ദേശിച്ചതാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു 25 മിനിറ്റ്സോളം എടുത്തു. അപ്പോൾ അത്രയും വലിയൊരു വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്തിടാം എന്ന് വിചാരിച്ച് ക്ലോസ് ചെയ്ത് സംഭവം കംപ്ലീറ്റ്ലി ക്ലോസ് ആയിപ്പോയി. ആ ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. സോ ആ ഒരു ട്രേഡ് ഇട്ടില്ല. പിന്നീട് ലാസ്റ്റ് മൊമെൻറ്റത്തിൽ വീണ്ടും അത് അതിഭീകരമായി കയറിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ഗ്രൂപ്പിനകത്ത് 1-2 സ്റ്റുഡൻസ് പേഴ്സണലി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു വോളറ്റൈലിറ്റിയിൽ അവർക്ക് 1-2 പേർക്ക് പൊസിഷൻ എടുത്തു. ഞാൻ പേഴ്സണലി ഈ ഒരു പൊസിഷൻ എടുത്തിരുന്നില്ല. ഓക്കെ. ഡയറക്ഷൻ കംപ്ലീറ്റ്ലി പി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയാം അല്ലേ? ഈ ഒരു ഇവിടെ നിന്ന് എല്ലാ ക്യാൻഡിലും താഴേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ വരാത്തത് കാരണം ചാർട്ട് ഞാൻ ലിറ്ററലി നോക്കിയതേ ഇല്ല. ഓക്കെ. പിന്നെ ക്രൂഡ് ഓയിൽ ഓക്കെ. ക്രൂഡ് ഓയിലിൽ ഇങ്ങനെ ഒരു ചാർട്ട്, ഒരു സെക്കൻഡ്. ഓക്കെ. ക്രൂഡ് ഓയിൽ ഇതായിരുന്നു. നമ്മുടെ ഈ 5364 മേളിൽ കയറിയാൽ നമുക്കൊരു ട്രേഡ് ഉണ്ടെന്ന് ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ അതിങ്ങനെ സ്ലോലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് 5388 ഫസ്റ്റ് ടാർഗറ്റ്, 5408 സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർഗറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ചിലപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പിലായിരിക്കാം, ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഏരിയയിലായിരിക്കാം. സോ ദാറ്റ് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ്. പേഴ്സണലി ആ പൊസിഷനും എടുത്ത വ്യക്തികൾ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അവർ 88 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഡേറ്റ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് കയറിയാൽ മാർക്കറ്റ് സ്റ്റിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു വീക്കായിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെയാണ്. ട്രെൻഡ് ബ്രേക്കിലാണ്. പക്ഷേ ഈ ഒരു ഏരിയ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഞാൻ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെയാണ് മുന്നേ തൊട്ടേ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ വരച്ചാൽ പോകുന്നുണ്ടോ? ഇത് ബാക്കിലോട്ട് പോയാലും ഈ ഒരു ഏരിയ സൈഡ് വൈസ് ഏരിയ തന്നെയാണ്. സോ മാർക്കറ്റ് ഇതിനുള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് അവിടെ പറയുക. അതായത് 75-800 സ്ഥിരം ഞാൻ പറയുന്ന ഒറ്റ ഏരിയ ഉള്ളൂ. 75-800, 75-960 ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ അത് സ്റ്റക്കായിപ്പോയി. 880 എന്ന് പറയുന്നത് ഇതിൻ്റെ മീൻ വാല്യൂ ആണ്. അല്ലേ, ഞാൻ സ്ഥിരം പറയാറുണ്ട് ഈ 2 ലൈന്, മൂന്നാമത്തെ ലൈൻ ഇതിൻ്റെ സെൻട്രൽ ലൈൻ ആയിരിക്കും അല്ലേ. ഈ സെൻട്രൽ ലൈനിൻ്റെ അടുത്ത് ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ പല സമയത്തും ഇതിൻ്റെ ലോവർ സൈഡിലേക്ക് പോയി 880
720-800 റേഞ്ചിലൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും അത് കയറി വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് സൈഡ് വേസ് പോവാണ്. അപ്പോൾ മാർക്കറ്റിൽ ബയ്യർ ഉണ്ട്, പക്ഷേ പ്രൈസിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. ബയ്യർ ഇനിയും കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവട്ടെ. ഇന്നലെ ആക്ച്വലി കുഴപ്പമില്ലാതെ വരും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇൻഫോസിസും റിലയൻസും ഒക്കെ താഴേക്ക് വന്നു. 1500 റിലയൻസ്, 1500 ഇൻഫോസിസ്, 1000 നിന്ന് HDFC ബാങ്ക്, 3 സ്റ്റോക്കും ഹെവി വെയ്റ്റ്സ് താഴെ വന്നത് കാരണം ഇന്നലെ നിഫ്റ്റി താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇനി ഇവർക്കൊരു ബുള്ളിഷ്നെസ് വരികയാണെങ്കിൽ ഇന്ന് റിലയൻസിന് ബുള്ളിഷ്നെസ് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക ഈ ഒരു സ്റ്റോക്ക് ഇന്നലെ 44 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടു. ഇന്ന് എങ്ങനെയാണോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. ഇപ്പോഴത്തെ ഡേറ്റാസ് അനുസരിച്ചിട്ട് 25,900-910 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ തൊട്ടടുത്ത്, ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ടോപ്പ് എൻഡ് ഹിറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഈ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത് മേളിലേക്കാണോ കയറുന്നത് താഴേക്കാണോ പോകുന്നത് എന്നുള്ളത് നോക്കി വയ്ക്കുക. അതിനനുസരിച്ചിട്ട് ഒരു ഡിസിഷൻ മാത്രം എടുക്കുക. സോ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ സെയിം അത് തന്നെയാണ്. 88 മുകളിൽ കയറിയാൽ 404, 424 അതിൻ്റെ ടാർഗറ്റ്സ്. താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ മറ്റൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊരു അപ്പർ ട്രെൻഡ് ലൈൻ. ഇതിപ്പോൾ ബ്രേക്ക് ചെയ്തതല്ലേ, ഇതിനെ ഞാൻ തൽക്കാലം വിട്ടേക്കാം. ഓക്കെ, സോ ഇങ്ങനെ എടുക്കാം ഈ ഒരു ട്രെൻഡ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വന്നു, ഇതിൻ്റെ താഴെ പോയി തിരിച്ചു വന്നു, ഇത് ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും ഈ ഒരു സപ്പോർട്ട് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ഈ ഒരു ഏരിയ ടാർഗറ്റ്സ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. ഇതിന് ശേഷം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. 26,040 വരെ ഇതിന് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ കാൽക്കുലേഷനിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ അനാലിസിസ് വീഡിയോ. കുറച്ച് സ്പേസ് ഞാൻ കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ഒരുപാട് ഡേറ്റ കൂടുതൽ പറയാതിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് എപ്പോഴാണോ ഒന്ന് കയറി വരുന്നത്, ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് പുതിയ എൻട്രീസ് സ്വിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതുവരെ കയ്യിലിരിക്കുന്ന കുറേ പൊസിഷൻസ് ഉണ്ടാവും. ടാറ്റ പവർ ഉണ്ടാവും, SBI ഇരിപ്പുണ്ടാവും, വേറെ ഏതെങ്കിലും പൊസിഷൻസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ SL ട്രയൽ ചെയ്യുക. പ്രീമിയർ എനർജീസ് കയ്യിലുണ്ടായിരിക്കും. അത് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണ്, കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഇൻട്രാഡേ നോക്കുന്ന ആൾക്കാർക്ക് റിലയൻസ് നോക്കാം, അദാനി ഇൻഡസ്ട്രീസ് നോക്കാം, പ്രീമിയർ എനർജീസ് നോക്കാം, കൊഫോർജ് നോക്കാം എന്നിങ്ങനെയുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഇടുക. ഗ്രൂപ്പിനകത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഇന്ന് മുതൽ ആക്ച്വലി ഇന്നലെ മുതൽ പുതിയ ബാച്ചിലത്തേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഫീസ് സെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഫ്രൈഡേ ടു സൺഡേ നിങ്ങൾക്ക് ഫീസ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സൺഡേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ബാച്ചിൽ 12ൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പാർട്ടാവാം, കൂടെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.